ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ ഒറ്റക്കുള്ളൊരു ദിവസമായിരുന്നു. ഉമ്മാക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാനുള്ളതും അവർ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഇന്ന് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് രാവിലെ എണീറ്റപ്പോൾ മുതൽ ഭയങ്കര തലവേദനയും പനിയൊക്കെ ആയിട്ട് ഞാൻ ഒന്ന് ലീവ് എടുത്തു. അങ്ങനെ നേരെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ മുകളിൽ കയറി എൻ്റെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ഇത്രയും ഫ്ലവേഴ്സിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. ഒഴിവാക്കാൻ വലിച്ചിട്ട സാധനമൊക്കെ വീണ്ടും ഞാൻ ആക്രി പെറുക്കിയ പോലെ ഈ ലീവ്സൊക്കെ പെറുക്കിയെടുത്തു. അങ്ങനെ നോക്കി വന്നപ്പോൾ ഇത്രയും ബഞ്ച് ഫ്ലവേഴ്സ് നമ്മളെടുത്തിട്ടുണ്ട്. ഏകദേശം നല്ല ഭംഗിയുള്ള കുറച്ച് കളേഴ്സൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം ഒന്ന് റെഡിയാക്കി എല്ലാം ഓരോ കവറിലേക്കൊക്കെ മാറ്റി വെച്ചു. പിന്നെ കുറച്ച് അത്യാവശ്യം വന്നിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ ജനലിൽ ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് അവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. അങ്ങനെ കുറച്ച് ടൈം വല്യമാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, തറവാട്ടിലേക്ക്. അങ്ങനെ അവിടെ നിന്ന് വന്നതിന് ശേഷം ഒന്ന് കഞ്ഞി കുടിക്കാൻ ഒരു ക്രേവിങ്സ്, പനിയൊക്കെ ആയതുകൊണ്ട് കഞ്ഞി കുടിക്കാൻ ഒരു പൂതി. അങ്ങനെ ഒന്ന് മുട്ട ചിക്കിയിട്ട് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരടുപ്പിൽ ഞാനിവിടെ മുട്ട ചിക്കുന്നുണ്ട്, മറ്റേ അടുപ്പിൽ ഞാൻ ചെറിയ കഞ്ഞി ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കുകയൂടെ ചെയ്തു. അങ്ങനെ കുറച്ച് കഞ്ഞിയും മുട്ട ചിക്കിയതും പിന്നെ കുറച്ച് നാരങ്ങാച്ചാറും കൂട്ടിയിട്ട് കഴിച്ചു. അങ്ങനെ നേരെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ തറവാട്ടിലേക്ക് പോയി കുറച്ച് നുറുക്കും എടുത്തുകൊണ്ട് ഈ സോഫയിൽ അങ്ങോട്ട് സൈഡായി കുറച്ച് ടൈം അവിടെ കിടന്നു. അങ്ങനെ ലോറ് ബാങ്ക് കൊടുത്തതിന് ശേഷം നേരെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കുന്നതിന് മുന്നേ നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമാധാനമാണ്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് നേരെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് ടൈം വലിയപ്പോൾ ടി വി കാണുന്നതിൻ്റെ കൂടെ ഇരുന്ന് കണ്ടു. വലിയപ്പോൾ ന്യൂസ് മാത്രം കാണുന്നതുകൊണ്ട് ഞാൻ വേഗം തന്നെ നീറ്റ് പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഉച്ചക്കൊരു കോൾ വരുന്നുണ്ട്, മീഷോന്ന് ഒരു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതൊന്നും എടുക്കാൻ പോയി. കുറച്ച് അധികം നാളെന്നെ പൂതി വെച്ച് മേടിച്ചൊരു വളയായിരുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. അങ്ങനെ ഈവനിങ് എന്തായാലും ഹോസ്പിറ്റലിൽ കാണിക്കണം എന്ന് തോന്നിയപ്പോൾ അങ്ങനെ ഇതാ പോകുന്ന വഴിക്ക് നേരെ ഈ ബാഗ് ഹാമ്പർ ഒന്ന് കസ്റ്റമറിൻ്റെ വീട്ടിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് ശേഷം നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അങ്ങനെ ചെന്നപാടെ നമ്മളെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് കാണിച്ചിറങ്ങി. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം കുറച്ച് കൂന്തൽ റോസ്റ്റും നാരങ്ങ ഉപ്പിലിട്ടതും കഞ്ഞിയും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. 1 2 3 4 ഗുളികയും കഴിച്ചു. അങ്ങനെ ഇതാ 2 റംബൂട്ടാനും കൂടെ കഴിച്ചു. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.